നമസ്കാരം. സത്യത്തിൽ UDFന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ? അത് ഒരിക്കലും CPM അല്ല, മറിച്ച് UDFന്റെ ഏറ്റവും വലിയ ശത്രു, UDFനെ നശിപ്പിക്കുന്ന UDFന്റെ ഉള്ളിൽ തന്നെയുള്ള ഏറ്റവും വലിയ വൈറസ്, അത് മുസ്ലിം ലീഗാണ്. ഇത് പറഞ്ഞത് ഞാനല്ല, മറിച്ച് UDF പ്രവർത്തകൻ തന്നെയാണ്, ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഈ ഒരു വാസ്തവം പുറത്ത് പറഞ്ഞേക്കുന്നത്, തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് കേൾക്കാം. പക്ഷെ ഞാൻ എന്റേതായ രൂപത്തിൽ ചില ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ UDFന്റെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു ശത്രു എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ CPM അല്ല. CPMനേക്കാൾ ഏറെ ശത്രു നമുക്ക് ലീഗാണ്. നമ്മുടെ ഒരു ശത്രു എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ CPM അല്ല. CPMനേക്കാൾ ഏറെ ശത്രു നമുക്ക് ലീഗാണ്. ഞാൻ പച്ചക്ക് തുറന്നു പറഞ്ഞു. കേട്ടില്ലേ? ഈ വാസ്തവം പച്ചയ്ക്ക് UDF സ്ഥാനാർത്ഥികളോടും കോൺഗ്രസ് പ്രവർത്തകരോടും തുറന്നു പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ചെങ്കള മണ്ഡലം പ്രസിഡന്റായ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു UDF പ്രവർത്തകൻ തന്നെയാണ്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ UDF എന്ന് പറയുന്ന സഖ്യത്തിനും ഏറ്റവും വലിയ ഭീഷണി, ഏറ്റവും വലിയ ശത്രു ആയി മാറുന്നത് സത്യത്തിൽ ഈ പറയുന്ന മുസ്ലിം ലീഗ് തന്നെയാണ്. എപ്പോഴും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എന്തിനേറെ പറയുന്നു, വലതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ പറയുന്നത് UDFനെ എതിർക്കുന്നത്, UDFനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് CPM ആണെന്നാണ്. നിങ്ങൾ ചിന്തിക്കുക, CPMന് ഇടതുപക്ഷത്തിന് കൃത്യമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാടുകളിലോടുള്ള വിയോജിപ്പാണ് സത്യത്തിൽ CPMഉം അതുപോലെ തന്നെ ഇടതുപക്ഷവും പുറത്തു കാട്ടുന്നത്, അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നത്. അല്ലാതെ മുസ്ലിം ലീഗിനെ പോലെ കോൺഗ്രസിനും UDFനും അവരുടെ നിലപാടിലെടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൂടെ നിന്ന് കാലുവാരുന്ന പ്രവണത CPMനില്ല. CPMന് ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ ഉണ്ടാകുന്ന അവരുടെ മോശപ്പെട്ട നിലപാടുകളെ മുഖത്ത് നോക്കി അത് മോശപ്പെട്ട നിലപാടാണെന്ന് മാധ്യമങ്ങളുടെ മുൻപിലായാലും നേതാക്കന്മാരുടെ മുൻപിലായാലും കൃത്യമായി പറഞ്ഞു വെക്കുവാനുള്ള ധൈര്യം CPM കാണിക്കുന്നുണ്ടെന്ന് മാത്രം, അല്ലെങ്കിൽ LDF ഇടതുപക്ഷം കാണിക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ UDF എന്ന് പറയുന്ന സഖ്യത്തിന്, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സത്യത്തിൽ ഏറ്റവും വലിയ ഭീഷണി അത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ അകത്തുള്ള മതവർഗീയത തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെയും UDFനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, കോൺഗ്രസ് UDF എന്ന് പറയുന്ന സഖ്യം മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൊടുത്തില്ല എങ്കിൽ ഇവരുടെ തനിക്കുണം ഇവർ പുറത്തേക്ക് എടുക്കും. ചിലപ്പോൾ പ്രത്യക്ഷമായി അവരൊന്നും കാണിക്കില്ല, പക്ഷേ പരോക്ഷമായി കൃത്യമായിട്ട് UDF നേതാക്കന്മാരുടെ കാലുവാരുകയും കോൺഗ്രസ് നേതാക്കന്മാരുടെ കാലുവാരുകയും അവരെ തിരഞ്ഞെടുപ്പിൽ പോലും തോൽപ്പിക്കുകയും ചെയ്യുന്ന കൃത്യമായ ആ ഒരു കാലുവാരൽ രാഷ്ട്രീയം മുസ്ലിം ലീഗിന്റെ ഒപ്പമുണ്ട്. അതുമാത്രമല്ല, മുസ്ലിം ലീഗിന് ഒരു തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ലെങ്കിൽ പരോക്ഷമായി SDPIക്ക് കൃത്യമായിട്ടുള്ള സഹകരണങ്ങൾ ചെയ്യുവാൻ പോലും ഈ പറയുന്ന മുസ്ലിം ലീഗ് മടിക്കാറില്ല. അതിലൂടെ UDF നേതാവിനെ തോൽപ്പിക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം പോലും. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ആ കോൺഗ്രസ് നേതാവ്, ചെങ്കളയിലുള്ള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ അബ്ദുൾ റസാഖ് പറഞ്ഞു വെച്ചതുപോലെ കോൺഗ്രസിന്റെയും UDFന്റെയും ഏറ്റവും വലിയ ശത്രു അത് ഒരിക്കലും ഇടതുപക്ഷമോ CPMോ അല്ല, മറിച്ച് അവർക്കുള്ളിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതായത് കൂടെ നിന്ന് കുതുകാൽ വെട്ടുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം തന്നെയാണെന്ന് പറഞ്ഞു വെക്കാം.